AR സിന്ധു, കൃഷ്ണപ്രസാദ് ഞങ്ങൾ അകത്ത് പോയി, സമര കേന്ദ്രത്തിൽ പോയി. SFI, AISF എന്നിവരും പിന്നെ CJP വ്യത്യസ്ത വേദികളിൽ സമരം നടത്തുന്നുണ്ട്. എല്ലാവരും ഒരേ ആവശ്യമാണ്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്. പതിനായിരക്കണക്കിന് കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. അത് മര്യാദക്ക് നടത്താൻ ഗവൺമെൻറ്റിനൊരു സംവിധാനമില്ല. ഇന്നലെ ഒരു പരീക്ഷയ്ക്കിരുന്ന കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണാനിടയായി. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഒരു സ്കൂളിലാണ് പരീക്ഷ നടത്തിയത്. മൂത്രപ്പുര പോലുമില്ല. പരീക്ഷകൾ നടത്താൻ സ്വകാര്യ ഏജൻസികളെ ഏർപ്പെടുത്തുക. ഇവർ പരീക്ഷയ്ക്ക് വേണ്ടി വാങ്ങുന്ന ഫീസ് കോടാനുകോടി ഉറപ്പിക ഗവൺമെൻറ്റിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഉത്തരവാദിത്ത ബോധത്തോടെ പരീക്ഷ നടത്തുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഈ തവണത്തെ നീറ്റ് പരീക്ഷാഫലം പ്രശ്നമായത്. നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, കുടുംബത്തിനെല്ലാം നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യുവജനങ്ങളും എല്ലാവരും ചേർന്ന് അസാധാരണമായ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. ഇന്നേ വരെ തലസ്ഥാനം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു മുന്നേറ്റമാണ് വിവിധ വിഭാഗം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഞങ്ങൾ ട്രേഡ് യൂണിയനുകളും കിസാൻ സഭയും മറ്റ് സംഘടനകളെല്ലാം ചേർന്ന് വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ സമരത്തിന് സജീവ പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ എല്ലാ സംസ്ഥാനങ്ങളിലെയും രാജ്ഭവനുകളിലേക്ക് വിദ്യാർത്ഥികളോടൊപ്പം തൊഴിലാളികളും കർഷകരും മറ്റ് യുവജന സംഘടനകളും ഒന്നിച്ച് മാർച്ച് ചെയ്യുകയാണ്, രാജ്ഭവൻ മാർച്ച്. അതിന് പുറമെ മറ്റ് സമരപരിപാടികളും കൂട്ടായി ആലോചിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സജീവമായ പിന്തുണ നൽകും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരാളും പുറകോട്ട് പോകുന്നില്ല. പ്രധാനമന്ത്രി ഇന്ന് പ്രതികരിച്ചതായി കണ്ടു. ഈ പ്രതികരണം കുറച്ച് നേരത്തെ ആകാമായിരുന്നു. പക്ഷേ ആ പ്രതികരണത്തിൽ സമരക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യത്തെക്കുറിച്ച് യാതൊരു പ്രതികരണവുമില്ല. പരീക്ഷയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ക്രമക്കേട് അന്വേഷിക്കും. ഇതെല്ലാം ഒരു സാധാരണ ഒഴിവ് പറയുന്ന എസ്കേപ്പിസമാണ്. ഇതൊന്നും വെച്ചുകൊണ്ട് തീരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശക്തമായി വിദ്യാർത്ഥികൾ ഉയർത്തിയ ഈ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ തന്നെ നിന്ന് പ്രക്ഷോഭം നടത്തും എന്നാണ് പറയാനുള്ളത്.